ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ പാർട്ട്ണറും തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറൻറ്റ് എനർജി എന്താണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും നിങ്ങളുമായി റെസൊനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക. നിങ്ങൾ ഈ രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റോട് കൂടി അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റിൻ്റെ കാരണം എന്തെങ്കിലും വിഷമത്തിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ എല്ലാ ഓർമ്മകളെയും പിന്നിലേക്കാക്കിക്കൊണ്ട് മുന്നോട്ട് മൂവ് ചെയ്തൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് നിങ്ങളൊത്തുള്ള ജീവിതത്തിന് ഒരു പര്യവസാനം കണ്ടിട്ടാണ് അവർ, അല്ലെങ്കിൽ പര്യവസാനിപ്പിച്ചുകൊണ്ടാണ് അവർ ആ തേർഡ് പാർട്ടിയുമായിട്ട് പോയത്, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവരൊരു നല്ലൊരു ലൈഫ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ തേർഡ് പാർട്ടിയുമായി പോയത്. നിങ്ങളും ഒത്തുള്ളൊരു ലൈഫിനേക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു ജീവിതം തന്നെ അവർക്ക് കിട്ടുമെന്നുള്ള അമിതമായ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് അവർ ആ തേർഡ് പാർട്ടിയെ വിശ്വസിച്ചതും ആ തേർഡ് പാർട്ടിക്ക് ഒത്തൊരു ജീവിതം ആഗ്രഹിച്ചതും. എന്തായാലും നിങ്ങളുമായിട്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് കോണ്ടാക്റ്റ് ഇല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണ്, അല്ല എന്തായാലും ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ല, നിങ്ങളായി വിട്ടു നിൽക്കുന്നു എന്നിവിടെ വ്യക്തമാണ്. ആ വ്യക്തി ആഗ്രഹിച്ച ഒരു ജീവിതമല്ല പക്ഷേ ആ വ്യക്തിക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടിയത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അത് വ്യക്തം തന്നെയാണ്. കാരണം ഇപ്പോൾ ആ വ്യക്തിക്ക് നല്ല രീതിയിലുള്ളൊരു ഉത്തരവാദിത്വ ബോധവും ഒരു നീതിബോധവും ഒക്കെ വന്നിട്ടുണ്ട്. ചെയ്തു പോയ തെറ്റുകളും അല്ലെങ്കിൽ എടുത്ത തീരുമാനം വളരെയധികം മണ്ടത്തരമായി പോയി എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ അവർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഒന്നും അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കാരണം എടുത്തു ചാടിക്കൊണ്ട് എല്ലാം അതാണ്, തേർഡ് പാർട്ടിയാണ് എല്ലാം, അല്ലെങ്കിൽ അവരിൽ നിന്നും എനിക്ക് നല്ല രീതിയിലുള്ളൊരു ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷ പോയതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു സ്വയം പരിമിതപ്പെടുത്തിക്കൊണ്ട് ഒരു പേടിയോട് കൂടിയൊക്കെയാണ് ജീവിതം മുന്നോട്ട് നീങ്ങിപ്പോകുന്നത്. കാരണം അവർ ആരെ അപ്രോച്ച് ചെയ്താലും തെറ്റുകാരവരാണെന്നുള്ള കുറ്റപ്പെടുത്തൽ ഏൽക്കേണ്ട ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അവർക്കത് ആരോടും തുറന്നു പറയാനും സാധിക്കുന്നില്ല. എന്നാൽ അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവരൊരു ആവശ്യം കഴിഞ്ഞാൽ മാറ്റിവെച്ചൊരു വസ്തുവിൻ്റെ പോലെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തേർഡ് പാർട്ടി എനർജി ആയിക്കോട്ടെ, അവരിപ്പോൾ മൂവ് ഓൺ ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് വേറൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ഫുള്ളി തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. മാത്രമല്ല അവരെന്താണോ ഈ വ്യക്തിയിൽ, അതായത് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും എന്താണോ അവർ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എന്താണോ നേടിയെടുക്കാൻ അവർ ഊനമിട്ടത്, ആ കാര്യം അവർ നേടിയെടുത്ത് കഴിഞ്ഞു. അവർക്കിപ്പോൾ ഒരു പരിപൂർണതയിൽ എത്തി നിൽക്കുകയാണ് അവരുടെ ലൈഫ്. അത്രയും ഹാപ്പി ആയിട്ടാണ് അവരെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് എന്താണോ അവർ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും ഞാൻ എന്താണ് നേടേണ്ടത്, അത് അവർ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പാർട്ട്ണറെ നിന്നും സമാധാനമായിട്ട് സന്തോഷപരമായിട്ടൊക്കെ അവരോട് സംസാരിച്ച് അവരെ അനുനയിപ്പിച്ച് ആ രീതിയിലേക്ക് കൊണ്ടുവന്ന് അവരിൽ നിന്നും നേടേണ്ടതായ കാര്യങ്ങളെല്ലാം അവർ നേടിയെടുത്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും അവരൊരു പുതിയ ലക്ഷ്യങ്ങൾ ഇട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല അവർക്കൊരു പുതിയ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അവരെന്തായാലും ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു. അവർക്കിനി ഈ ഒരു നിങ്ങളുടെ ഈ പാർട്ട്ണറുമായിട്ടുള്ള ലൈഫോ അല്ലെങ്കിൽ അതല്ല അവർ ആഗ്രഹിച്ചിട്ടുള്ളത്. അവർക്ക് എന്തോ ഒരു ലക്ഷ്യം നേടാനുണ്ടായിരുന്നു, അത് മാത്രമായിരുന്നു അവരുടെ ഒരു കാര്യം. അതവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ലൈഫ് ഈ വ്യക്തിയുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ യാതൊരു താല്പര്യവും കാണുന്നില്ല. എന്തായാലും ഈ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒന്നും തന്നെ ഈ ബന്ധത്തിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ അവർക്ക് എന്തോ ലോസ് സംഭവിച്ച പോലെ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങളുടെ പാർട്ട്ണറിന് ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് ആണ്, നിങ്ങളിൽ എത്താനായിട്ട് അവർക്കൊരു മടിയും കാണും. എങ്ങനെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യും? ഒബ്വിയസ് ആയ കാര്യമാണ്. നിങ്ങളെ വിട്ടുപോയൊരു വ്യക്തി വീണ്ടും തിരിച്ചു വരുമ്പോൾ എന്തായാലും നമ്മൾ അത്ര സന്തോഷപൂർവ്വം അവരെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്തായാലും അവരുടെ മനസ്സിൽ കടന്നു പോകുന്ന ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ എന്ത് മെസ്സേജ്, ഹിഡൻ മെസ്സേജാണ് അവർ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. രണ്ട് കാർഡ്സാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഐ കാൺട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു.
അപ്പോൾ സിറ്റുവേഷൻ അത്രയും യോജിച്ച കാർഡ് തന്നെയാണ് അവരുടെ ഫീലിങ്സായി കിട്ടിയിരിക്കുന്നത്. അതായത് അവർക്ക് ഈശ്വരൻ നിന്ന് കിട്ടാവുന്ന ഏറ്റവും അമൂല്യമായൊരു വസ്തു അല്ലെങ്കിൽ അമൂല്യമായൊരു ഗിഫ്റ്റാണ് നിങ്ങൾ എന്നാണ് അവർ ഇപ്പോൾ മനസ്സിൽ ആലോചിക്കുന്നത്. മാത്രമല്ല അവർ പറയുന്നു അവർക്കിപ്പോൾ നിങ്ങളില്ലാത്തൊരു ജീവിതം അവർക്ക് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് ഓർക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ്. അതായത് അവർക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട് അവർ ചെയ്തത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുമൊത്തുള്ള ജീവിതത്തിനേക്കാളും ബെറ്റർ ആകുമെന്ന് വെച്ച് തേർഡ് പാർട്ടിയോട് കൂടെ പോയെങ്കിലും അവരിപ്പോൾ ആലോചിക്കുന്നത് നിങ്ങളുമൊത്തുള്ള ലൈഫ് തന്നെയായിരുന്നു നല്ലത്. അത് ഒരു പക്ഷേ ഈ പണ്ടത്തെ പഴഞ്ചൊല്ല് പറയണ പോലെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴവർക്ക് എന്തായാലും മനസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്